എത്ര പേര് ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്? ഇത് വൈറ്റ് നോയ്സ് എന്നാണ് പറയാറ്. അതായത് വളരെ ബ്രോഡായിട്ടുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ടുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോയ്സാണ് വൈറ്റ് നോയ്സ്. നമ്മുടെ പഴയ ദൂരദർശനിലൊക്കെ ചാനൽ കട്ടായാലൊക്കെ വരുന്ന കുത്തു വെള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുത്തുള്ള അതേ സൗണ്ടും ഇത് തന്നെയാണ്. ഇത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള കാരണം ഈ സാധനം എന്ന് പറയുന്നത് നമ്മളെ പഴയ നോയ്സിനെയും ബ്രേക്ക് ചെയ്യും, ബ്ലാക്ക് ഔട്ട് ചെയ്യും. നമ്മൾ വൈറ്റ് നോയ്സ് പ്ലേ ചെയ്താൽ അത് കുട്ടിയുടെ ഉറക്കത്തിനെ വളരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കാം എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് നോയ്സ് ചെയ്യും. അപ്പോൾ കുട്ടികൾ തീരെ ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു വൈറ്റ് നോയ്സ് ഓഡിയോ പ്ലേ ചെയ്താൽ മതി. ഒരുപാട് മൊബൈൽ ആപ്പുകളുണ്ട് വൈറ്റ് നോയ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ യൂട്യൂബിൽ വെറുതെ വൈറ്റ് നോയ്സ് അടിച്ചാൽ 10 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ വൈറ്റ് നോയ്സ് പ്ലേ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടി ഉറക്കത്തിലേക്ക്. ഈ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നില്ലേ, നമ്മുടെ ഫോണിൻ്റെ ശബ്ദം അല്ലെ ഫാനിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രമേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ബേസിക്കലി അതും ഈ പറയുന്ന വൈറ്റ് നോയ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ബാക്കിയുള്ള സൗണ്ടുകളെ മാസ്ക് ചെയ്തിട്ട് നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള. അപ്പോൾ കുട്ടിക്കതൊരു എന്ന് പറഞ്ഞിട്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് ഫീൽ ചെയ്യും. സ്റ്റഡീസ് പറയുന്നത് കുട്ടി അമ്മയുടെ വയറിൽ തന്നെ ഉണ്ടാകും, വയറിൽ തന്നെ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ബേസിക്കലി വയറിനുള്ള സൗണ്ടൊക്കെ ഈ സൗണ്ടാണ്. ബേസിക്കലി വൈറ്റ് നോയ്സ് ആണ് അകത്ത് ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടി കേൾക്കുന്നത്.